വനിതാ സംവരണ ബില്ലിൽ പ്രതിപക്ഷ കക്ഷികളുടെ യോഗം അവസാനിച്ചു. വനിതാ സംവരണം നിലവിലെ സീറ്റുകളിൽ മതിയെന്ന് പ്രതിപക്ഷം സീറ്റ് എണ്ണം വർദ്ധിപ്പിക്കുന്നതിനെ എതിർക്കാനും യോഗത്തിൽ തീരുമാനം. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്തായാലും വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ കക്ഷികളുടെയൊക്കെ യോഗം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് വോട്ടെടുപ്പ് നടക്കുക. ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാൻ തന്നെയാണോ പ്രതിപക്ഷത്തിന്റെ തീരുമാനം? AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിൽ ചേർന്ന പ്രതിപക്ഷ കക്ഷികളുടെ യോഗത്തിലാണ് ബില്ലിനെ എതിർക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ഇതാണ്: നിലവിലെ സീറ്റുകളുടെ എണ്ണത്തിൽ സംവരണം മതിയാകും. പുതിയ സീറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ വഴി സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് സംവരണം നടപ്പിലാക്കുന്നതിനോട് എതിർപ്പുണ്ട്. ആ വിയോജിപ്പ് അറിയിക്കുകയും ചെയ്യും. അതിനെല്ലാം ഉപരിയായി ഇതിനകത്ത് BJP നടത്തുന്ന ഒരു രഹസ്യ അജണ്ടയുണ്ട്. ആ അജണ്ട വ്യക്തമാക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചകളും അതിനൊപ്പം തന്നെ ഒരു സമവായത്തിലും എത്തിച്ചേർന്നിരിക്കുന്നു തന്നെ പറയാൻ കഴിയും. കാരണം ഇന്ന് 4 മണിക്ക് ചേരുന്ന അല്ലെങ്കിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ പ്രതിപക്ഷം എതിർക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മണ്ഡല പുനഃക്രമീകരണവും അല്ലെങ്കിൽ പുനർനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലെത്തില്ല. തൽക്കാലം ആ ബില്ല് പരാജയപ്പെടും, അത് മടങ്ങുകയും ചെയ്യും എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം വനിതാ സംവരണത്തിനെ എതിർക്കുന്നില്ല. പകരം വനിതാ സംവരണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ വനിതാ സംവരണ ബില്ലിനെ അനുകൂലിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളുടെ തീരുമാനം.